തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഇന്നലെ മുണ്ടത്തിക്കോട്ടുണ്ടായ അതിദാരുണമായ അപകടത്തിൽ എത്ര പേർ മരണപ്പെട്ടു എന്ന് കൃത്യമായി ഇതുവരെയും വിശദീകരിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് കഴിയാതിരിക്കുന്നു. ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ആവർത്തിച്ചുണ്ടാകുന്ന അതിദാരുണമായ ദുരന്തങ്ങളെ മുൻനിർത്തിയാണ് 2024 പടക്കങ്ങൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില ഭേദഗതികൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്ത് ആരെയും ഞെട്ടിപ്പിക്കുന്ന ദുരന്തമായിരുന്നു 2016 പുറ്റിങ്ങലിൽ ഉണ്ടായത്. ആ ദുരന്തത്തിൽ 114 ആളുകളാണ് മരണപ്പെട്ടത്. 350ഓളം ആളുകൾക്ക് വലിയ മുറിവുകൾ ആ സംഭവത്തിലുണ്ടായി. 1952 ശബരിമലയിൽ ഉച്ചസമയത്ത് വെടിമരുന്ന് ശാലയിൽ ഉണ്ടായ ദുരന്തത്തിൽ 68 ആളുകൾ മരിച്ചു എന്നും കൊല്ലം ജില്ലയിലെ മലനടയിൽ 1990 ഉണ്ടായ വെടിക്കെട്ട് ദുരന്തത്തിൽ 26 പേർ മരിച്ചു എന്നുമൊക്കെ പഴയ വാർത്തകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഈ ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വെടിക്കെട്ടുകൾ നടത്തുന്നതിന് ചില നിയന്ത്രണങ്ങൾ രാജ്യത്തെ പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ്റെ ഭാഗമായി പുതിയ ചില നിർദ്ദേശങ്ങൾ ഉണ്ടായതെങ്കിൽ ആ നിർദ്ദേശങ്ങളെ വിമർശിക്കുവാൻ 2024 ഒക്ടോബറിൽ തന്നെ മുന്നിൽ നിന്നത് ഇന്നത്തെ സംസ്ഥാന റവന്യൂ മന്ത്രി ശ്രീ കെ രാജനെ പോലെയുള്ള പൂരം പ്രേമികളായിരുന്നു. കേന്ദ്ര സർക്കാർ ശക്തമായി ചില വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള ഭേദഗതികൾ ഉണ്ടാക്കിയതിൽ കൃത്യമായി പറയുന്ന ചില കാര്യങ്ങൾ, വെടിക്കെട്ട് നടത്തുന്ന ഇടത്തു നിന്നും വെടിക്കെട്ട് സംബന്ധിയായ സാധന സാമഗ്രികൾ ഉണ്ടാക്കുന്ന ഇടത്തിന് 200 മീറ്റർ അകലം വേണം എന്ന് ഭേദഗതി ഉണ്ടാക്കി. വെടിക്കെട്ട് കാണാൻ നിൽക്കുന്ന ആളുകൾ വെടിക്കെട്ട് നടത്തുന്ന പ്രദേശത്ത് 100 മീറ്റർ അകലെ ആയിരിക്കണം നിൽക്കേണ്ടതെന്നും ആ നിയമ ഭേദഗതി പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള നിയമ ഭേദഗതികളെ ചോദ്യം ചെയ്യാൻ ഒരു മടിയും കാണിക്കാത്തവരായിരുന്നു നിലവിൽ ഈ ദുരന്തത്തിൽ വല്ലാതെ വേദന പങ്കുവെക്കുന്നവർ. എന്ന് മാത്രമല്ല, 2024 ഇത്തരം ഒരു ഭേദഗതി മുന്നോട്ട് വെക്കുമ്പോൾ അത് തൃശ്ശൂരിലുള്ള 30 കുടുംബങ്ങളുടെ വരുമാനത്തെ പ്രതികൂലമായി ബാധിക്കും എന്നുവരെ പറയാൻ അന്നത്തെ മാധ്യമങ്ങളും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. ഉത്സവങ്ങളിൽ വെടിക്കെട്ടുകൾ കഴിഞ്ഞ നാളുകളിൽ പല പ്രദേശങ്ങളിലും ദുരന്തങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഉത്സവങ്ങളുടെ മേനി വർദ്ധിപ്പിക്കുവാനും അനാരോഗ്യകരമായ മത്സരങ്ങൾക്ക് കൊഴുപ്പ് കൂട്ടുവാനും വലിയ തരത്തിലുള്ള സ്ഫോടന വസ്തുക്കളും വലിയ തുകയുമാണ് വിശ്വാസികളുടെ പേരിൽ പലരും ചെലവഴിക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ളത്. എന്നാൽ ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ആധുനികമായ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് ആ മേഖലയിൽ ചൈനയും ഫ്രാൻസും ജർമ്മനിയും ഒക്കെ കണ്ടെത്തിയ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വെടിക്കെട്ടുകൾ ഉണ്ടാക്കുന്ന സ്വാഭാവികമായ വർണ്ണശബളിമയെ അതേപോലെ നിലനിർത്തിക്കൊണ്ട് അപകടം ഒഴിവാക്കിക്കൊണ്ടുള്ള ഇത്തരം കൊഴുപ്പിക്കലുകൾ ദുബൈ പോലെയുള്ള ഇടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും വളരെ അപകടകരമായ, എന്നാൽ സുപ്രീം കോടതിയുടെ ഇടപെടലിലൂടെ ഗ്രീൻ ക്രാക്കേഴ്സ് എന്ന പേരിലുള്ള വിഭവങ്ങളെ ഉൾപ്പെടുത്തി പടക്ക നിർമ്മാണം ഇപ്പോഴും സജീവമാക്കുവാൻ മലയാളികളും താല്പര്യം കാണിക്കാതിരുന്നത്. ഗ്രീൻ ക്രാക്കേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ശബ്ദത്തിന് നിയന്ത്രണം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് 125 ഡെസിബലിന് മുകളിൽ ശബ്ദം ഉണ്ടാകാത്ത തരത്തിൽ അപകടകരമായ പൊട്ടിത്തെറികളെ ഒഴിവാക്കുന്ന ഗ്രീൻ ക്രാക്കേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ഈ വെടിക്കെട്ടുകളുടെ തയ്യാറെടുപ്പുകൾ നടന്നതെങ്കിൽ അതുപോലും ഇത്ര വലിയൊരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു. ഇവിടെയാണ് ഉത്സവങ്ങളിൽ പടക്കങ്ങൾ പൊട്ടിക്കുക എന്ന ഏറെ വർഷം പഴക്കമുള്ള, തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ ഏതാണ്ട് 2.5 നൂറ്റാണ്ട് പഴക്കമുള്ള ഈ പാരമ്പര്യത്തിന് തിന്മയ്ക്ക് മുകളിൽ നന്മ, ഇരുട്ടിന് മുകളിൽ പ്രകാശം തുടങ്ങിയ
പ്രതീകാത്മകമായ ചില മൂല്യങ്ങൾ ഈ വെടിക്കെട്ടുകൾ നമ്മളുമായി പങ്കുവെക്കുന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ദുരന്തം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് വെടിക്കെട്ടുകളുടെ തന്നെ ഉപജ്ഞാതാക്കളായ ചൈന പോലുള്ള രാജ്യങ്ങൾ പുതിയ സാങ്കേതിക വിദ്യയിലേക്ക് എന്നേ മാറിക്കഴിഞ്ഞത്. എന്നാൽ ഇവിടെ വിശ്വാസത്തിൻ്റെ പേരിൽ, പാരമ്പര്യത്തിൻ്റെ പേരിൽ നിയമങ്ങളെ കാറ്റിൽ പറത്തുവാൻ തങ്ങൾക്ക് മടിയില്ല എന്നും നിയമ ഭേദഗതി ഉണ്ടായാൽ പോലും അതിനെ വിലമതിക്കുവാൻ ഞങ്ങൾ തയ്യാറല്ല എന്നും കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ വാദിക്കുന്നതിൻ്റെ ദുരന്തമാണ് ഇപ്പോൾ തൃശ്ശൂരിൽ വീണ്ടും സംഭവിച്ചിരിക്കുന്നത്. തൃശ്ശൂർ പൂരത്തെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഉത്സവമായി കൊണ്ടാടുന്ന ആളുകൾ വെടിക്കെട്ടിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, വന്യജീവിയായ ആനയുടെ അവകാശങ്ങളെയും ഈ ഉത്സവത്തിൽ പരിഗണിക്കാതെയാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ പേരിൽ ഉത്സവാഘോഷത്തിൽ തിമിർത്താടുന്നതെന്നും ഇത്തരം ഉത്സവങ്ങളെ വല്ലാതെ നെഞ്ചിലേറ്റാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ തന്നെയാണ് ഇത്തരം ദുരന്തങ്ങൾ വരുത്തി വെച്ചത് എന്നും നമ്മൾ തിരിച്ചറിയണം.